ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് തിരുവോണമായിരുന്നു. എല്ലാവരും സദ്യയൊക്കെ ഉണ്ട് ക്ഷീണിച്ച് കിടന്നുറങ്ങുമായിരിക്കും. യാത്രകളൊക്കെ പോകാനുള്ളവർ അതിനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. സമയം കിട്ടുമ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. തിരുവോണ സദ്യയുടെ ഒരു വീഡിയോ ആണ് ഞാൻ എടുത്തത്. കറികൾ ഉണ്ടാക്കുന്ന വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. എല്ലാം തയ്യാറാക്കി ഇലയിലേക്ക് വിളമ്പുന്നത് മാത്രമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഒരുപാട് കറികളൊന്നും വെച്ചിട്ടില്ല. വളരെ ചെറിയൊരു സദ്യയാണ്. ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് കറികളൊന്നും വെച്ചാൽ ആരും കഴിക്കില്ല. അതുമല്ല, നാളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരു സദ്യയാണ് തയ്യാറാക്കിയത്. ഇലയിലേക്ക് നല്ല ചൂട് ചോറിട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പരിപ്പൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. മീതെ ഇത്തിരി നെയ്യും തൂകിയിട്ടുണ്ട്. പപ്പടവും കൂട്ടി നമുക്കത് കഴിക്കാം. പിന്നെ ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കിയിട്ടുണ്ട്. ഇഞ്ചിക്കറി വെച്ചിട്ടുണ്ട്. നാരങ്ങ അച്ചാറുണ്ട്. വെണ്ടയ്ക്ക മെഴുകുവരട്ടിയുണ്ട്. അവിയലുമുണ്ട്. പിന്നെ ക്യാബേജ് തോരനാണ് മറ്റൊന്ന്. പിന്നെ ഇത്തിരി സലാഡ് എടുത്തിട്ടുണ്ട്. ഇവിടെ എന്ത് സദ്യ ഉണ്ടെങ്കിലും അത് സലാഡ് നിർബന്ധമാണ് എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ സലാഡ് എടുത്തിട്ടുണ്ട്. തൈരും പച്ചമുളകും സവാളയും ഒക്കെ ചേർത്ത് ചെറിയൊരു സലാഡ്. പിന്നെ പരിപ്പും കൂട്ടി നമ്മൾ ചോറുണ്ട് കഴിഞ്ഞാൽ പിന്നെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടി നമ്മൾ സാമ്പാർ വെച്ചിട്ടുണ്ട്. സാമ്പാർ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കഴിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രഥമനാണ് ഉണ്ടാക്കിയേക്കുന്നത്. പ്രഥമൻ്റെ കൂടെ പഴവും വെച്ചിട്ടുണ്ട്. പിന്നെ സദ്യയുടെ പ്രധാനിയായ ചിപ്സും ശർക്കര വരട്ടിയും വെച്ചിട്ടുണ്ട്. പ്രഥമന് നമ്മൾ പഴവും കൂട്ടി കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഇത്തിരി ചോറോടിടും. അതിന് നമ്മൾ മോര് കാച്ചിയത് വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ സദ്യയും കഴിച്ചതിന് ശേഷം ഏറ്റവും അവസാനം കുടിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് മോരും എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഈ വീഡിയോയിൽ വന്നിട്ടില്ല. പച്ചമോരാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു സദ്യ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം. അപ്പോൾ ഓണവിഭവങ്ങളെല്ലാം ഇതോടുകൂടി തീരുകയാണ്. ഇനി ഓണവിഭവങ്ങൾ അടുത്ത വർഷത്തേക്കേ ഉള്ളൂ. ഈ വർഷത്തെ ഓണവിഭവങ്ങളെല്ലാം തീർന്നിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ആ വിഭവങ്ങളൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കണേ. ഇനി ഓണക്കാലത്ത് യാത്രകൾ വല്ലതും ചെയ്യുകയാണെങ്കിൽ ട്രാവൽ വ്ലോഗുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ മറക്കാതെ കാണുമല്ലോ. ടാറ്റാ.